ആ കോറിയിലെ വെള്ളം വന്നങ്ങാണ്ടാണ് ഇപ്പൊ ഞങ്ങൾ ഗതിയിരുന്നത് കണ്ടങ്ങാണ്ട്. ആ 2 കോറിയിലെ വെള്ളം പമ്പ് ചെയ്ത് അടിക്കുന്നതുകൊണ്ട് കോറി നമ്മുടെ കിണറിൽ കുടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായി. അതുകൊണ്ട് കോറിയത്തെ വെള്ളം എന്തായാലും ഞങ്ങൾ ഈ തോട്ടിലേക്ക് ഒഴിക്കാൻ പറ്റൂല, ഞങ്ങൾ കുടിവെള്ളം മുട്ടും. അതുകൊണ്ടാണ് കോറിക്കാര് പൊട്ടിക്കുക എന്തെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ ഞങ്ങളുടെ കുടിവെള്ളത്തിലേക്ക് വെള്ളം വരാൻ പറ്റില്ല. എന്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ 2-3 വയസ്സുള്ള കുഞ്ഞു മക്കളുണ്ട്. ആ പിള്ളേർക്ക് എന്നും അസുഖമാണ്. ഇന്നത്തെ പ്രദേശവാസികൾ അനുഭവിക്കുന്നത് ഒരുപാട് ചൊറിച്ചിലുകളായിട്ടും മുടികൊഴിച്ചിലുകളായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ₹199 മഹാത്ഭുതം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. തന്മയി ജ്വല്ലറി, ഏലംകുളം ഹോസ്പിറ്റൽ, ജില്ലാ ഹോസ്പിറ്റൽ റോഡ്, നിലമ്പൂർ. ഈ ഓണം ആഘോഷമാക്കൂ ഹൈയോടൊപ്പം. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ, വടപുറം, നിലമ്പൂർ, എളങ്കൂർ. അനധികൃത ക്വാറികളുടെ പ്രവർത്തനങ്ങൾ കാരണം ദുരവസ്ഥ നേരിടുകയാണ് ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ. മമ്പാട് ഗ്രാമപഞ്ചായത്തിലെ കാരച്ചാൽ, പുള്ളിപ്പാടം, കറുകമണ്ണ പ്രദേശവാസികളാണ് വലിയ ദുരവസ്ഥ നേരിടുന്നത്. ക്വാറികളിൽ നിന്ന് പുറന്തള്ളുന്ന മലിനജലം ഇവരുടെ കുടിവെള്ള സ്രോതസ്സുകളെ മലിനപ്പെടുത്തുകയാണ്. ഈ മലിനജലം ഉപയോഗിച്ച് ഗുരുതരമായ സാംക്രമിക രോഗങ്ങൾക്ക് കൂടി അടിമപ്പെടുകയാണ് കാരച്ചാൽ, കറുകമണ്ണ നിവാസികൾ. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളാണ് കറുകമണ്ണ മലവാരവും നെടുഞ്ചേരി മലവാരവും. ഇവയുടെ താഴ്ഭാഗത്തുള്ള കാരച്ചാൽ, പുലിക്കുന്ന്, ചെറുനെല്ല്, മങ്ങാട്, വാഴക്കുന്ന്, തണ്ണിക്കുഴി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നത്. മഴക്കാലത്ത് ഇവിടെ മണ്ണിടിച്ചിൽ പതിവാണ്. 2018-ലുണ്ടായ ഉരുൾപൊട്ടലിൽ പ്രദേശത്ത് വ്യാപകമായ നാശനഷ്ടവും സംഭവിച്ചിരുന്നു. വനംവകുപ്പിന്റെ വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ ക്വാറികൾ പ്രവർത്തിക്കുന്നത്. ഞാൻ 21-ാം വാർഡിലെ കാരച്ചാർ വാർഡിലെ മെമ്പറാണ്. എനിക്ക് ഇവിടെ പറയാനുള്ളത് ഇവിടെ ഈ കുടിവെള്ളത്തിനെ പറ്റിയാണ്. ഒരു 100 കുടുംബങ്ങളോളം ഇവിടെ വെള്ളം കുടിക്കുന്നതാണ്. അത് ഈ കോറി വന്ന പ്രശ്നം കൊണ്ടാണ്. 2 കോറി ഉണ്ട് ഇവിടെ. ആ 2 കോറിയിലെ വെള്ളം പമ്പ് ചെയ്ത് അടിക്കുന്നതുകൊണ്ട് കോറി നമ്മുടെ കിണറിൽ കുടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായി. പല കുടിക്കുന്ന വെള്ളം ചെറിയ ചെറിയ കുട്ടികൾക്ക് വരെ ചൊറിച്ചില്, അങ്ങനെയുള്ള പല അസുഖങ്ങളും, മഞ്ഞപ്പിത്തം, അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ വെള്ളത്തിന് ഇതിനുള്ള പരിഹാരം കണ്ടെത്തി, വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് ഇതിനുള്ള പരിഹാരം കണ്ടെത്തി തരണം. ഞങ്ങളുടെ കാലാകാലം കുടിക്കണ കുടിവെള്ളം അത്. ആ കോറിയിലെ വെള്ളം വന്നങ്ങാണ്ടാണ് ഇപ്പൊ ഞങ്ങൾ ഗതിയിരുന്നത് കണ്ടങ്ങാണ്ട്. ആ വെള്ളം കുട്ടിയുടെ മേത്തു കൂടെ ഒക്കെ ചൊറിച്ചിലോ എന്തൊക്കെയോ തൂക്കടൊക്കെ ഉണ്ട് കുട്ടികൾക്കും മക്കൾക്കൊക്കെ. കയറ്റി കൊണ്ടുപോകാൻ കഴിയില്ല വെള്ളം. ഞങ്ങളൊക്കെ അത്രയും പ്രായമായ ആൾക്കാർ ഞങ്ങളെ കൂടെ വന്നിട്ട് 89 വരുമ്പോഴത്തേക്ക് 90 വന്ന മനുഷ്യന്മാരാ. ഇത്രയും കാലം വരെ ഞങ്ങൾ ഇങ്ങനത്തെ ദുരിതം പിടിച്ച ജീവിതത്തിനാക്കണ്ടിട്ടില്ല. പിന്നെ ഇപ്പോഴും കോറിയത്തെ വെള്ളം അടിച്ചുകൊണ്ടേ നിൽക്കുകയാണ് ഇതിക്ക്. അപ്പൊ ഈ വെള്ളം മുഴുവൻ അതിക്കാണ്ട് ഇറങ്ങണം. ഞങ്ങൾക്ക് ചൊറിച്ചില് സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട്. വെള്ളം കുടിക്കാൻ കഴിയണില്ല. വെള്ളം ചുമന്ന നിറാണ്. ചില സമയത്തൊക്കെ മഴ പെയ്യുന്ന സമയത്തൊക്കെ ചുമന്ന നിറത്തിനാണ് വെള്ളം കിട്ടുന്നത് ഞങ്ങൾക്ക്. അതുകൊണ്ട് കോറിയത്തെ വെള്ളം എന്തായാലും ഞങ്ങൾ ഈ തോട്ടിലേക്ക് ഒഴിക്കാൻ പറ്റൂല, ഞങ്ങൾ കുടിവെള്ളം മുട്ടും. അതുകൊണ്ടാണ്. പിന്നെ ഇതിലൊരു നീർച്ചാലാണ്. ഞാൻ നീർച്ചാലും അടച്ചൊക്കെയാണ്. ആ വെള്ളം അതിലെ പോകേണ്ട വെള്ളം പോലെ ഇതിലും കെട്ടുകയാണ് വിടുന്നത് തോട്ടത്ത്. ക്വാറികൾക്ക് അനുമതി നൽകിയതിനെതിരെ നാട്ടുകാർ ഇപ്പോൾ കനത്ത പ്രതിഷേധത്തിലാണ്. ഇതു സംബന്ധിച്ച പരാതി കോടതിയുടെ പരിഗണനയിലുമാണ്. 2 ദിവസം മുൻപ് പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് കാരച്ചാലിലെ 20 കുടുംബങ്ങളോട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറുവാൻ റവന്യൂ ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനിടെയാണ് വിലക്ക് ലംഘിച്ച് മഴക്കാലത്തും ക്വാറികൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നത്. പിന്നെ ഞങ്ങൾ എത്രയോ പേര് കുടിക്കുന്ന വെള്ളമാണിത്. ഞങ്ങൾക്ക് വേറൊരു കിണറും ഇല്ല, വേറൊരു ആശ്രയം ഇല്ല. എല്ലാവർക്കും ചൊറിയലും പിന്നെ വെള്ളം ചുമന്നുകൊണ്ട് വരാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂല. അപ്പം ഇതിന് കോറിക്കാർ പൊട്ടിക്കുക എന്തെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ ഞങ്ങളുടെ കുടിവെള്ളത്തിലേക്ക് വെള്ളം വരാൻ പറ്റില്ല. അവർ പിന്നെ അവിടെ വെള്ളം കെട്ടിവെച്ച് തടഞ്ഞു വെച്ച് പിന്നെ വെള്ളം പമ്പ് ചെയ്യാണ്. 2-3 മോട്ടർ വെച്ച് രാത്രിയും പകലും ഒക്കെ അവർ ഞങ്ങളുടെ ഇതിലേക്ക് പമ്പ് ചെയ്ത് വിടുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം.
കോറിന്ന് ഇവർ ഈ വേസ്റ്റ് വെള്ളം അടിച്ച് നേരെ വരുന്ന ഈ തോട്ടിലോട്ടാണ്, അടിച്ച് കലങ്ങിയിട്ടാണ് ഈ തോട്ടിലോട്ട് വരുന്നത്. ഞങ്ങള് എന്റെ വീട്ടിലൊക്കെയാണ് ഈ 2.5-3 വയസ്സുള്ള കുഞ്ഞു മക്കളുണ്ട്. ആ പിള്ളേർക്ക് എന്നും അസുഖമാണ്. അവിടെ ഇന്ന് മഴക്കാലം ആയതുകൊണ്ട് തന്നെ കോറിയിൽ അടിഞ്ഞു കൂടിയിട്ടില്ല. മലിനജലം മുഴുവൻ സ്വാഭാവിക നീർച്ചാലിലേക്ക് തള്ളിവിടുകയാണ്. ഇത് നേരെ താഴെ എത്തുന്നത് പമ്പ് ഹൗസ് എന്ന് പറയുന്ന കാരച്ചാലിന്റെ ഒരു സ്ഥലത്താണ്. ഇവിടെ നിന്നും ഏകദേശം 150 കുടുംബങ്ങളിലെ വെള്ളം കുടിവെള്ളത്തിനും കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇന്നിവിടുത്തെ പ്രദേശവാസികൾ അനുഭവിക്കുന്നത് ഒരുപാട് ചൊറിച്ചിലുകളായിട്ടും മുടികൊഴിച്ചിലുകളായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മമ്പാട് പഞ്ചായത്ത് സെക്രട്ടറി ഇതുവരെ ഒരു കൃത്യമായിട്ടുള്ള തീരുമാനമെടുത്തിട്ടില്ല. ഇന്നേ ദിവസം പോയ സമയത്തും കൃത്യമായിട്ട് അവിടെ മലിനമായിട്ടുള്ള വെള്ളം ഈ സ്വാഭാവിക നീർച്ചാലിലേക്ക് അടിച്ചുവിടുകയാണ്. തണ്ണിക്കുഴി, വാഴക്കുന്ന്, കുന്നുമ്മൽ ഉന്നതികളിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ ശുദ്ധജലത്തിനായി ആശ്രയിക്കുന്ന ജലസ്രോതസ്സുകളിലേക്കാണ് മലിനജലം ഒഴുകിയെത്തുന്നതെന്നാണ് പരാതി. ഇത് പ്രദേശവാസികളുടെ ആരോഗ്യത്തിനും കുടിവെള്ള സുരക്ഷയ്ക്കും ഭീഷണിയായി മാറുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ക്വാറികളുടെ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നിർത്തിവെച്ച് മലിനജലം ശുദ്ധജല സ്രോതസ്സുകളിലേക്ക് എത്തുന്നത് തടയണമെന്നും പ്രദേശവാസികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം കാണണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെർഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്.